ഹലോ, ഇന്ന് അറയ്ക്കൽ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ മൂന്നാം ദിവസമാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്താണ് ഇന്ന് മെയിനായിട്ട് താലം വരുന്നത്. അപ്പോൾ എല്ലാവരും പറയെടുക്കാനും മൊത്തത്തിലൊരു ആഘോഷമാണെന്ന്. അല്ലുവിനാണെങ്കിൽ അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ പോയിട്ടൊരു പുതിയ പട്ടുപാവാട പോയെടുത്തു. അതിന് മാച്ചിങ് ആയിട്ടുള്ള മാലയൊക്കെ വാങ്ങി. പിന്നെ കൂടാതെ മുല്ലപ്പൂവും കൂടി വെച്ചപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ പോയി 2-3 ഫോട്ടോസൊക്കെ എടുത്തു. ഈ കാണുന്നതാണ് ഡെക്കറേഷൻ. ഇവിടെയാണ് താലം വരുന്നതും പറയെടുക്കുന്നതും ആയിട്ടുള്ള സലോണിത്. ഈ ഡെക്കറേഷനൊക്കെ ചെയ്തിരിക്കുന്നത് ഈ പ്രദേശത്തെ ആൾക്കാരൊക്കെ കൂടിയാണ്. ജാതിഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ ഇന്ന്. ഹസ്ബൻഡിൻ്റെ ചേച്ചിയും പിള്ളേരും എല്ലാവരും അന്നത്തെ ദിവസം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വെറുമൊരു താലം മാത്രമല്ല വരുന്നത്, ഇവിടെ കുറേ പരിപാടികൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹസ്ബൻഡും ഫ്രണ്ട്സും എല്ലാവരും കൂടി ഒരു ഗ്യാങ് തന്നെയുണ്ട്. അവരെല്ലാവരും കൂടി ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത് കുറേ വട്ടക്കളിയും ബാൻഡ് സെറ്റും ചെണ്ടമേളവും എല്ലാം കൂടി ഒരു രസമായിരുന്നു കേട്ടോ. ഈ ദിവസം ഇവിടെ എല്ലാവരും ഒരു ഡ്രസ് കോഡിലായിരിക്കും വരുന്നത്. കണ്ടില്ലേ, റെഡ് മുണ്ടും ബ്ലാക്ക് ഷർട്ടും അതുപോലെ തന്നെ ചേച്ചിമാർ സെറ്റ് മുണ്ടും സാരിയും അങ്ങനെയൊക്കെ ഉടുക്കുന്നത്. പിന്നെ മുരുകൻ്റെ വസ്ത്രധാരണത്തിലെത്തിയ ഒരാളുണ്ടായിരുന്നു. പിന്നെ വട്ടക്കളി തുടങ്ങി. വട്ടക്കളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഭയങ്കര എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അതിൻ്റെ പാട്ടൊന്നും എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല. നല്ല കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഞാനതിവിടെ പ്ലേ ചെയ്തേനെ. ഇവരുടെ വട്ടക്കളി കണ്ടിട്ട് മുരുകൻ വരെ ഡാൻസ് കളിച്ചു പോയി. അത്രയ്ക്ക് എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ഇവരുടെ. ആലപ്പുഴയിൽ നിന്നാട്ടോ ഈ കുട്ടികളൊക്കെ വന്നിരിക്കുന്നത്. ഇവരുടെ ഡാൻസ് കണ്ടിട്ട് കൂടെ നിൽക്കുന്നവർക്ക് വരെ ഡാൻസ് കളിക്കാൻ തോന്നിയിട്ട് വയ്യായിരുന്നു. പിന്നെ മുരുകൻ്റെ കയ്യിലൊരു വാവന വെച്ച് കൊടുത്തപ്പോൾ അവനൊരു കൂസലില്ലാണ്ടിരിക്കുന്ന കണ്ടില്ലേ. ഈ പ്രായത്തിൽ അല്ലുവിനെ ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് തെയ്യമായിരുന്നു. പക്ഷേ തെയ്യത്തിനെ കണ്ടപ്പോൾ തന്നെ അല്ലു കീറിപ്പൊളിച്ച് കരയാൻ തുടങ്ങി. അന്നപ്പം തന്നെ വീട്ടിലോട്ട് വിടേണ്ടി വന്ന്. പിന്നെ നല്ല അസല് വെടിക്കെട്ടുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് ആന വരാറായി എന്ന് മനസ്സിലായി. ഈ കാണുന്നത് ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ മോനാണ്. ആൾക്ക് ചെണ്ടകൊട്ടെന്ന് പറഞ്ഞ ജീവനാണ്. രണ്ടുപേരും കട്ട വെയിറ്റിംഗ് ആണ് ആനയ്ക്ക് വേണ്ടി. അങ്ങനെ ആന എത്തി. എല്ലാ ദിവസവും ആനയുടെ ന്യൂസ് കേൾക്കണ കാരണം ആനയുടെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാൻ പേടിയായിട്ട് വയ്യായിരുന്നു. അതുകൊണ്ട് ആനയുടെ അടുത്തോട്ട് അത്രക്ക് അങ്ങോട്ട് പോയില്ല. അങ്ങനെ പറ കൊടുക്കാൻ ആരംഭിച്ചു. ഈ ഭാഗത്ത് ഒട്ടുമിക്ക വീട്ടുകാരും പറ കൊടുക്കും. ഞങ്ങളങ്ങനെ അതും കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. ഇനി പറ കൊടുത്ത് ആന പോയതിന് ശേഷമാണ് മറ്റ് കലാപരിപാടികൾ ആരംഭിക്കുന്നത്. അപ്പം അതിനു വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ പറ കഴിഞ്ഞു, ആന പോകാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഞാനും ചേച്ചിമാരുടെ കുട്ടികളും എല്ലാവരും കൂടി മുരുകൻ്റെ ഒപ്പം ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അതിനുശേഷം അവിടുത്തെ കുട്ടികളുടെ ബാൻഡ് സെറ്റ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ. അടുത്തത് വട്ടക്കളി ഗ്യാങ്ങിൻ്റെ തന്നെ ഒരു കാവടിയൊക്കെ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവരുടെ ഡാൻസ് കാണാൻ കേട്ടോ. കൂടെയുള്ളവരും തുള്ളിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഹസ്ബൻഡും ഫ്രണ്ട്സൊക്കെ തുള്ളി മരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം.
അപ്പോൾ നിങ്ങൾ കരുതും ആണുങ്ങൾ മാത്രമേ തുള്ളിയിട്ടുണ്ടാവുള്ളൂ എന്ന്. ആണുങ്ങൾ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തുള്ളി. ഇതേ ഞാൻ കാണിച്ചു തരാവേ. ശരിക്കും ഇതിനെയൊക്കെയാ ഉത്സവം വൈബെന്ന് പറയണേ. ഇവരെല്ലാവരും തുള്ളണുണ്ടപ്പോൾ എൻ്റെ കൺട്രോളും പോയിട്ടോ. വട്ടക്കളിയിലെ കുട്ടികൾക്ക് ആരൊക്കെയോ നോട്ടുമാലയൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. പരിപാടി കഴിയാറായപ്പോഴേക്കും കാളിയമ്മയുടെ ഡാൻസാണ് വന്നത്. ശരിക്കും ആ കുട്ടി നന്നായിട്ട് തന്നെ കളിച്ചു കേട്ടോ. ആ കുട്ടി മാത്രമല്ല, കൂടെ നിൽക്കുന്നവരും നന്നായിട്ട് തന്നെയാണ് ഡാൻസ് കളിച്ചത്. പിന്നെ വന്നത് ഒരു തീയൊക്കെ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. അതിൻ്റെ പകുതി ആകുമ്പോഴേക്കും തെയ്യം വരും. ഈ പെർഫോമൻസ് കണ്ടപ്പോൾ കുട്ടികൾക്കൊക്കെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. തെയ്യമായിട്ട് വേഷം ധരിച്ച കുട്ടി ഇടയ്ക്കിടയ്ക്ക് തലകറങ്ങി വീഴുന്നുണ്ടായിരുന്നു. എന്നിട്ടും പാവം തളരാണ്ട് വീണ്ടും അതേപോലെ കറങ്ങി ആകെ വല്ലാണ്ടായി എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇപ്രാവശ്യത്തെ ഉത്സവം ശരിക്കും സൂപ്പറായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.